ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നതും കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം വന്നിരിക്കുന്നത് ഒരു ക്രീം ബേസിലാണ്. അതിനകത്ത് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. 4 കളറിൽ തന്നെ 2 പ്രിന്റിലുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കണ്ടു തുടങ്ങാം. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് 72 റുപ്പീസ് പെർ മീറ്റർ, 72 രൂപയാണ് പെർ മീറ്ററിന് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഹോട്ട് സീസൺ വരുന്നത് കൊണ്ട് കുറച്ചും കൂടി ലൈറ്റ് കളേഴ്സാണ് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ലൈറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ചർച്ചിൽ പോകുന്ന ആവശ്യത്തിനോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ, അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ കളേഴ്സാണ്. അതുപോലെ അതിനകത്ത് പോയിട്ടുള്ള പ്രിൻ്റാണ് ഡിഫറെൻറ്റ് വന്നിട്ടുള്ളത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ക്രീം കളറിൽ തന്നെ എന്താ പറയുന്ന ഒരു കോഫി ബ്രൗൺ കളറിലുള്ള പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഞാൻ ഈ 72 റുപ്പീസിൻ്റെ കോട്ടൺ ഫാബ്രിക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊരു ഇഴയെടുക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. ഒരു ലീവ്സിൻ്റെ പ്രിൻ്റാണ് അധികമായിട്ട് തന്നെ ഇതിൽ സ്ക്രീൻ പ്രിൻ്റ് ആയിട്ട് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്താണ്. 72 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇനി ഈ കളറിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പേസ്ലി പ്രിൻറ്റിലുള്ള ഡിസൈൻ കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഒരു ഇങ്ങനെയാണ്. നമ്മൾ ചിലതൊക്കെ മാംഗോ പ്രിൻ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ പേസ്ലി പ്രിൻ്റ് എന്ന് പറയും. ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഡിസൈനിൽ തന്നെ ഇനി 3 കളേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 72 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. ബേസ് വന്നിരിക്കുന്നത് ക്രീം കളറിൽ തന്നെയാണ്. ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിലാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ ആണ്. ഞാൻ ഈ പറയുന്ന കോട്ടൺ എന്ന് പറയുന്നത് എല്ലാം ജയ്പൂരിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ചിലർ ഒന്നോ രണ്ടോ ആൾ കമൻറ്റ് ചെയ്ത് കണ്ടു, പണ്ടത്തെ പോലെ ജയ്പൂർ കോട്ടൺ ഇൻക്ലൂഡ് ചെയ്തുകൂടെയെന്ന്. അപ്പം നമ്മുടെ കോട്ടൺസ് എല്ലാം തന്നെ നമ്മൾ ജയ്പൂരിൽ നിന്നാണ് എടുക്കുന്നത്. ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ്. പിന്നെ പോളിക്കോട്ടനൊക്കെ കുറച്ചും കൂടെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വേണ്ടിയവർക്ക് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്യുവർ കോട്ടൺ എല്ലാം തന്നെ നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ് അതൊക്കെ എല്ലാ വീഡിയോയിലും പറയാത്തത്. അപ്പോൾ ഇത് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ജയ്പൂരിൽ നിന്ന് തന്നെ എടുക്കുന്ന ഫാബ്രിക്സ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഒരു ഗ്രീൻ കളറിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോയിട്ടുള്ളത്. ലീവ്സാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ മാച്ച് ചെയ്യാവുന്ന ഒരു പേസ്ലി പ്രിൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഗ്രീനിൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ പേസ്ലി ഗ്രീനിൽ വരുമ്പോൾ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 72 റുപ്പീസ് പെർ മീറ്ററിലാണ്. നമുക്ക് മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഒരു ഡ്രസ്സ് മോഡലിലുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഹോട്ട് സീസണിലൊക്കെ നമുക്ക് ഈസി ആയിട്ടും കംഫർട്ടായിട്ടും വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വരുന്നത് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്ന പാറ്റേണിലാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് എന്തോ പറയുന്നത്, ഓറഞ്ച് എന്നോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഇതിൻ്റെ മാച്ച് ചെയ്യാവുന്ന പേസ്ലി പ്രിൻറ്റും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം തന്നെ നമ്മൾ വെച്ച് കാണിക്കുന്നത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണിത് വരുന്നത് എന്ന് അറിയാനായിട്ടാണ്. ഈ കളേഴ്സൊക്കെ തന്നെ എല്ലാവർക്കും മാച്ച് ചെയ്യാവുന്ന പോലത്തെ കളേഴ്സാണ്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഈ സെയിം ഓഫ് വൈറ്റ്, അതായത് ക്രീം ബേസിൽ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. സെയിം പ്രിൻ്റ് തന്നെയാണ്. ബ്ലാക്കിലാണത് പോയിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് കളറാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന ഈ പാറ്റേണിൽ ലാസ്റ്റ് കളറാണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഈ ക്രീമും ബ്ലാക്കും വൈറ്റും ബ്ലാക്കും എന്നൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവററ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പേസ്ലിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നേരം കണ്ട പേസ്ലി തന്നെയാണ്, ബ്ലാക്ക് കളറിലാണ് വന്നതെന്ന് മാത്രം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിന്ന് കണ്ടത് 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരുന്ന
പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 72 റുപ്പീസ് പെർ മീറ്ററിലാണ് ഈ ഫാബ്രിക് എല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ
നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.